ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു നല്ല പാസേജാണ് നാം വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമാണ് യഥാർത്ഥത്തിൽ നമ്മളിന്നിവിടെ കാണുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് കർത്താവ് താൻ ജനിച്ചു വളർന്ന നസ്രത്തിൽ നിന്നും മാറി തൻ്റെ ബാല്യവും തൻ്റെ കൗമാരവും യൗവനമൊക്കെ കടിച്ചു കൂട്ടിയ അവൻ്റെ നസ്രത്ത് ദേശത്തു നിന്നും കർത്താവ് മാറി ജാതികളുടെ സ്ഥലമായിരിക്കുന്ന കഫർനഹൂമിലേക്ക് കർത്താവ് അവിടെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ കർത്താവ് അവിടെ പോകുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. There was a particular intention for Christ for going to കഫർനഹൂം. എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു തുറമുഖ പട്ടണമാണ് കഫർനഹൂം. വിജാതികളുടെ ഒരു സങ്കേതമാണ്. ധാരാളം യഹൂദന്മാരും അതോടൊപ്പം തന്നെ വ്യാപാര സംബന്ധമായി അനേകം വിജാതിയിലും വന്ന് താമസിക്കുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുള്ള ഒരു സ്ഥലമാണ് കഫർനഹൂം. അവിടെയാണ് കർത്താവ് തൻ്റെ ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള മർമ്മം പ്രസംഗിച്ചു തുടങ്ങുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് ദനഹ പെരുന്നാളിന്റെ അർത്ഥം നമുക്കറിയാം. We really know what is the meaning of Danaha, the feast of light എന്നാ പറയുന്നത്. പ്രകാശത്തിന്റെ പെരുന്നാളാണ് ദനഹ പെരുന്നാൾ. കർത്താവിനെ തന്നെ ഒന്ന് വെളിവാക്കി കൊടുക്കുക. ജീസസ് himself was manifesting who he was. He is the Son of God. അതിനൊരു പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. We see the manifestation of the Holy Trinity at the time of the Holy Baptism of Jesus Christ. When he was standing in the river of Jordan, we can hear the voice of the Father, a good testimony from the Father. He is my beloved Son, I am pleased with him. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ 30 വർഷത്തെ കർത്താവിന്റെ ജീവിതം ഒരു പ്രിപ്പറേഷനുള്ള സമയമാണ്. He was himself preparing to inaugurate this function, for the inauguration of the kingdom of God. അതുകൊണ്ട് കർത്താവ് നമ്മൾ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ കാണുന്നില്ല. കർത്താവ് തന്നെത്താനെ അതിനുവേണ്ടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒരുക്കം കഴിയുമ്പോഴാണ് നമ്മളവിടെ കാണുന്നുണ്ട് കർത്താവിന്റെ മാമോദീസയിലേക്ക് വരുന്നു. കർത്താവ് തന്നെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ താൻ മെസ്സിയാകുന്നുവെന്നും തന്റെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോകുന്നുവെന്നും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് we really see the manifestation of the Holy Trinity at the time of the baptism. We hear the sound of the Father, the voice of the Father, and the Son himself is standing in the river, and the Holy Spirit is indwelling on him. അതുകൊണ്ട് തൃത്വത്തിലെ 3 ആളത്വം കൂടെ ചേർന്നുള്ള ഒരു വലിയ സന്ദർഭമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് പ്രകാശമായിട്ട് മാറുകയാണ്. He became himself the light of the world. കർത്താവ് പ്രകാശമെന്നാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ദനഹ പെരുന്നാൾ പ്രകാശത്തിന്റെ പെരുന്നാളായിട്ട് മാറുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരണം നിഴലിൽ ഇരുന്ന ദേശത്തിന് പ്രകാശം ഉദിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദേശത്തിലെ മരണത്തിന്റെ നിഴലിലും ഭീതിയിലും ഇരുന്ന ജനത്തിന് പ്രകാശം ഉദിക്കുകയാണ്. ആ പ്രകാശം കർത്താവാണ്. കർത്താവിനെ നോക്കുന്നവർക്ക് വരുന്ന മരണഭീതിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം he is life, God is life, Jesus is life. ഞാൻ ജീവനാകുന്നു, ഞാൻ പ്രകാശമാകുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവ്. യോഹന്നാനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വെളിച്ചമായിരുന്നില്ല, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകുന്നവനാകുമെന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം വെളിച്ചമായിരുന്നില്ല, പക്ഷെങ്കിൽ അവര് സത്യപ്രകാശമായിരിക്കുന്ന വെളിച്ചമാകുന്ന യേശുവിനെ സാക്ഷ്യം നൽകുവാനായിട്ട് അവർ നിൽക്കുന്നുവെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ കാണുന്നത് കർത്താവ് നസ്രത്ത് വിട്ട് ഈ കഫർനഹൂമിലേക്ക് കർത്താവ് വരികയാണ്. അവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഒരു പുതിയ വേഷത്തിലും ഭാവത്തിലും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 30 വർഷം കൊണ്ട് താൻ ആർജിച്ചെടുത്ത സകല കഴിവുകളും താൻ സ്വയമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതുമെല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ ജീവന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയായിട്ട് കൊടുക്കുവാനുള്ള ഒരുക്കത്തോടുകൂടി കർത്താവ് ഇറങ്ങിപ്പെടുന്ന ഒരു ഘട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്? നസ്രത്ത് വിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് കൂട് വിട്ട് വരുന്ന കർത്താവിനെയാണ്. ഇതുവരെ കർത്താവിന് ഒരു ഷെൽട്ടറായിരുന്നു നസ്രത്ത്. തൻ്റെ അമ്മയുടെ സാന്നിധ്യം, തന്നെ അറിയുന്നവരുടെയൊക്കെ സാന്നിധ്യത്തിലിരുന്ന കർത്താവ് ഒരു പൂമ്പാറ്റയെ പോലെ, നമുക്കറിയാമല്ലോ കൂടിനകത്ത് അടച്ചിരിക്കുന്ന കുക്കോണ് ഒരു പൂമ്പാറ്റയായിട്ട് വരുന്നത് പോലെ കർത്താവ് തന്നെ ലോകത്തിന്
വെളിപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി വരികയാണ്. അവിടെ വരുമ്പോഴാണ് നമ്മളവിടെ കാണുന്നത് കർത്താവ് തന്നെ പ്രകാശമായിട്ട് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം, the calling of the first disciples, and we really see the expansion of the kingdom of God. He himself was not acting or working. He needed some people, so he called Simon and his brother, and then John and his brother. ഇവരെല്ലാവരെയും കർത്താവ് വിളിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് വിളിക്കുമ്പോൾ അവരോട് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്താ യഥാർത്ഥത്തിലുള്ള ഒരർത്ഥം നമ്മളവിടെ കാണുന്നുണ്ട്. ഈ ശിഷ്യന്മാർ, പത്രോസ് ആണെങ്കിലും ആൻഡ്രൂ ആണെങ്കിലും, അതോടൊപ്പം തന്നെ യാക്കോബ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും, അവർ വല വിട്ടു, പടക് വിട്ടു, അവരുടെ പിതാവിനെ വിട്ടു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇതൊരു വേർതിരിവിന്റെ അനുഭവമാണ് കാണുന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരാളെ സമർപ്പിക്കുമ്പോൾ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരും. ഇവിടെ അവരുടെ ഈ ലോകത്തോടുള്ള ബന്ധങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അവരുടെ ഉപജീവന മാർഗങ്ങളാണ്. അവർക്ക് പടകുണ്ട്, അതോടൊപ്പം വലയുണ്ട്. കീറിയ വല നന്നാക്കുന്നവരും വല വീശിക്കൊണ്ടിരുന്നവരുമായിരുന്നു. പിതാവിനോട് ചേർന്ന് നിന്നവരായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്ന ലോകപ്രകാരമുള്ള ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളും ലോകത്തിലുള്ള ബന്ധങ്ങളോടും ഒക്കെ അല്പം നമ്മൾ മാറി നിന്നെങ്കിലേ ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ഇവരെ സാധാരണ മനുഷ്യരാണ്. They were ordinary people. They had very nice dreams. അവര് വിചാരിച്ചു അല്പം മീൻ പിടിച്ച് വിറ്റ് നല്ലൊരു കുടുംബം, കുഞ്ഞുങ്ങളെ വളർത്തണം, വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാക്കണം, നല്ല സ്വപ്നങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന മുക്കുവരാണ്. പക്ഷെങ്കിൽ കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങളുടെ ദർശനങ്ങളോ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊന്നുമല്ല, ഇതിനേക്കാട്ടിലും വലിയ ദർശനങ്ങളും സ്വപ്നങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നുവെന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. അതുകൊണ്ടൊരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക്, ഈ ലോകമുഖമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ദൈവോന്മുഖമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കർത്താവ് അവരെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. ലോകമുഖമായിട്ടുള്ള കാര്യങ്ങളിൽ നാം നിൽക്കുമ്പോൾ ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിന്റെ സുഖം, ലോകത്തിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾ, ഇതിലേക്കൊക്കെ നമ്മൾ ആകർഷിക്കപ്പെടും. നമുക്ക് കൊതിയുണ്ടാകും. നല്ല വീടുകൾ കാണുമ്പോൾ നമുക്ക് കൊതിയുണ്ടാകും. നന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ മനുഷ്യന് കൊതിയുണ്ടാകും. മറ്റുള്ളവർ നല്ല സ്ഥാനത്തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊതിയുണ്ടാകും. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മളെ മാടി വിളിക്കുന്ന ടെംപ്റ്റേഷൻസ് ആണ്. പവറായിരിക്കാം, ഫുഡായിരിക്കാം, മണി ആയിരിക്കാം, ലക്ഷറി ആയിരിക്കും, വാട്ട് ഓർ മേ ബി ദി തിങ്സ്, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്ടിങ് ദി പീപ്പിൾ. അപ്പൊ കർത്താവ് പറയുന്ന ദൈവാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് കർത്താവ് അവരെ വിളിക്കുമ്പോൾ ലോകപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിട്ടുകളയാനായിട്ടുണ്ട്. ദൈവാത്മകമായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് പറ്റും, മറ്റുള്ളവരെ കുറിച്ച് കരുതുവാനായിട്ട് പറ്റും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് പറ്റും. ഇതൊക്കെ ദൈവാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ മുക്കുവന്മാരെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും സ്നേഹിക്കുന്നവരാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അന്തരം എന്ന ഉദ്ദേശിക്കുമ്പോൾ മെറ്റനോയ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ദിശമാറ്റമാണ്. നമ്മൾ ഇതുവരെ കണ്ടതല്ല ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ഇതുവരെ നമ്മൾ കേട്ട കാര്യങ്ങളല്ല ഇനി നമ്മൾ കേൾക്കേണ്ടിയിരിക്കേണ്ടത്. We were seeing a lot of things, but we have to see some other things. We were hearing a lot of things, but we have to hear so many other things. ഇതുവരെ മുക്കുവൻ കേട്ടിരുന്നത് കടലിന്റെ ഇരമ്പൽ മാത്രമാണ്. ആടിയിലേക്ക് അവർ ചെല്ലുമ്പോൾ തിരമാലകളുടെ ശബ്ദം മാത്രം കേട്ടിരുന്ന ഈ മുക്കുവര് ഇനി കേൾക്കുവാനായിട്ട് പോകുന്നതും കേൾപ്പിക്കുവാനായിട്ട് പോകുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത, ലോകത്തിൽ ആരും കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവരിനി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. We are called for a particular mission. We are called with a particular vision. എന്താണ് എന്ന് ചോദിച്ചാൽ പഴയ കാര്യങ്ങളല്ല, ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക. ഇന്ന് ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ഇടയായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഞാനച്ഛൻ